കൊല്ലത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇന്നുണ്ടായ ദാരുണമായ സംഭവത്തിലേക്ക്. കൊല്ലത്ത് കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കിണറിടിഞ്ഞ് 3 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോണി ഉൾപ്പെടെ 3 പേരാണ് മരിച്ചത്. അർച്ചന എന്ന യുവതിയെ കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തുമ്പോഴാണ് സോണി എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മേൽ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണത്. കരയ്ക്ക് നിന്ന അർച്ചനയുടെ സുഹൃത്ത് ശിവകൃഷ്ണനും കിണറ്റിലേക്ക് വീണു മരിച്ചു. 4 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് മൃതദേഹം പുറത്തെടുത്തത്. സ്ത്രീ ജീവനോടെ കിണറ്റിലുണ്ട്. ജീവനുള്ള ആളാകുമ്പോൾ പെട്ടെന്ന് ആക്ട് ചെയ്യണമല്ലോ. സോണി എന്ന് പറയുന്ന ജീവനക്കാരനെ ഓക്സിജൻ്റെ കുറവുണ്ടായിരുന്നു. പീസറ്റ് ധരിപ്പിച്ച് പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് ഹെൽമെറ്റൊക്കെ വെച്ച് പുള്ളി ഇറക്കി. ഈ സ്ത്രീ എടുത്ത് മുകളിലോട്ട് വരാൻ നേരം ഒരാൾ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. മദ്യമൊക്കെ കഴിച്ചിട്ട് നിൽക്കുന്ന ആളായിരുന്നു. പുള്ളി ക്രോസ് ബാറില്ലേ, ഏതാ പാലത്തെ പിടിച്ചൊക്കെ തൂങ്ങി നിൽക്കുമായിരുന്നു. ഇതിനകത്ത് ഒരു ഉറപ്പില്ലായിരുന്നു. ഇത് ചാരി നിന്നിട്ട് ഇത് എന്താ പറയുക, ഫെൻസിങ് ഇടിച്ച് അകത്തേക്ക് ഇട്ടു. ജീവനക്കാരൻ്റെ മുകളിൽ വീണു, ആ സ്ത്രീയുടെ മുകളിൽ വീണു, അയാളും കൂടെ അതിൻ്റെ കൂടെ വീണു. 3 പേരും മരണപ്പെട്ടു. ദിലീപ് ദേവസിയും ഗോകുൽനാഥുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ദിലീപ്, മനസ്സിലാക്കിയെടുത്തോളം ഈ അർച്ചന, കിണറ്റിലേക്ക് വീണ അർച്ചനയെ പൊക്കിയെടുത്ത് പുറത്തേക്ക് വരുമ്പോഴാണ് ഈ മണ്ണിടിഞ്ഞു വീണത്, അല്ലെങ്കിൽ ഈ കിണറിന്റെ ഒരു വരി ഇടിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെയാണ് അപകടം സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രദേശത്ത് നിന്നും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ പരിശോധന അവിടെ ഉണ്ടാകില്ലേ? തീർച്ചയായിട്ടും ശ്രുതി, അങ്ങനെ തന്നെയാണ്. പരിശോധന ഉണ്ടാകും. ഇന്നലെ രാത്രി 12 കൂടെ തന്നെയാണ് നെടുവത്തൂർ ആനക്കട്ടൂരിൽ ഇത്തരത്തിലുള്ളൊരു ഫോൺ കോൾ വരുന്നത്. അതായത് യുവതി കിണറ്റിൽ വീണു എന്നുള്ള വിവരമായിരുന്നു കൊട്ടാരക്കര ഫയർഫോഴ്സിന് ലഭ്യമാക്കുകയും ചെയ്തത്. അങ്ങനെ വിവരം അറിഞ്ഞ സോണിയുടെ നേതൃത്വത്തിലുള്ള 5 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരായിരുന്നു ഈ സ്ഥലത്തേക്ക് എത്തിയത്. അങ്ങനെ എത്തിയപ്പോൾ ഈ യുവതി കിണറ്റിൽ ഉള്ള അർച്ചനയ്ക്ക് ജീവനുണ്ടായിരുന്നു. ഇങ്ങനെ അർച്ചനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റ് 4 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ കിണറിൻ്റെ മറുകരയിൽ നിൽക്കുകയും ഒപ്പം തന്നെ അർച്ചനയുടെ സുഹൃത്തായ ശിവകൃഷ്ണയും ഉണ്ടായിരുന്നു. ശിവകൃഷ്ണ മദ്യലഹരിയിലായിരുന്നു. പലതവണ പുറത്തേക്ക് മാറി നിൽക്കാൻ ഈ ഫയർഫോഴ്സ് പറഞ്ഞിട്ടും അദ്ദേഹം കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളതും പറയുന്നു. അങ്ങനെ ഈ സ്ഥലത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ സോണി, അതായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോണി, ഈ റോപ്പൊക്കെ ധരിച്ച് കിണറ്റിലേക്ക് ഏകദേശം 35 അടിയോളം താഴ്ചയുള്ള കിണറിലേക്ക് ഇറങ്ങുന്നു. റോപ്പ് കെട്ടി ഇറക്കി ഈ യുവതിയെ പൊന്തിച്ച് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഏകദേശം മുകളിൽ എത്താൻ സമയമായപ്പോൾ ആണ് വീണ്ടും ഇത് കിണറിൻ്റെ തൂണാണ്, അതായത് കപ്പിയൊക്കെ വെക്കുന്ന തൂണാണ്. ഈ തൂണ് അതിൻ്റെ മുകളിൽ, അതായത് ഈ യുവാവ് നൽകിയ കൂടുതൽ ഭാരം നൽകുകയും അദ്ദേഹത്തോട് മാറാൻ പലതവണ പറഞ്ഞെങ്കിൽ ഇതിൽ തൂങ്ങി നിന്ന സമയത്ത് ഇത് പൊട്ടി കിണറ്റിലേക്ക് പതിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ സോണിയും ഒപ്പം അർച്ചനയും ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഇത് പൊട്ടി വീണ്ടും താഴേക്ക് പതിക്കുന്നു. ഇങ്ങനെ ഈ കല്ലുകളും ഈ ബീമും വീണ്ടും ഈ യുവാവിൻ്റെ തലയിലേക്ക് പതിച്ചു, അല്ല ഈ സോണിയുടെ തലയിലേക്കും ഒപ്പം അർച്ചനയുടെ തലയിലേക്കും പതിച്ചു എന്നുള്ളതാണ്. അപ്പോഴേക്കും ഈ യുവാവ് നേരെ താഴേക്ക് ഇത്രയും താഴ്ചയുള്ള കിണറിലേക്ക് നേരെ പതിക്കുകയും ചെയ്തു. ഈ സോണിക്ക് റോപ്പ് ധരിച്ചതുകൊണ്ട് സോണി താഴേക്ക് പതിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തായാലും സോണിയുടെ തലയിലേക്കടക്കം ഈ കല്ലുകളെല്ലാം തന്നെ തലയിലേക്ക് വീഴുന്നു. തലയ്ക്കടക്കം പൊട്ടുകൾ സംഭവിക്കുകയും തലച്ചോറടക്കം പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. പിന്നീടും അർച്ചനയും ഒപ്പം ഈ ശിവകൃഷ്ണയും വീണ്ടും താഴേക്ക് പതിച്ചു. അവരെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഇത്രയും കല്ലുകളും ഈ ആൾമറ ഇടിഞ്ഞുള്ള കല്ലുകളെല്ലാം തന്നെ ഇവരുടെ ദേഹത്തേക്ക് പതിക്കുന്നു. അങ്ങനെ കൂടുതൽ അപകടം പറ്റി. അതായത് ശ്വാസം മുട്ടൽ, നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ അത്രയും ആഴമുള്ള കിണറായതിനാൽ ഓക്സിജന്റെ അളവ് കുറവായിരുന്നു. അങ്ങനെ മാസ്ക് കൂടിയുണ്ട് അവിടെ നിന്ന്. ഗോകുൽ, 3 കുട്ടികളുടെ അമ്മയാണ് അർച്ചന എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം, അതായത് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് കൂടി ഒരു ജീവൻ രക്ഷിക്കാൻ എത്തിയതായിരുന്നു. പക്ഷേ അത് 3 ജീവൻ പൊലിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നുള്ളതാണ്. പ്രത്യേകിച്ചും ആ കാലപ്പഴക്കം ഒക്കെ ഉണ്ട് അപകടത്തിലേക്ക് നയിച്ചത് കിണറിന്റെ എന്ന് അടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത്? കീർത്തന, ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എനിക്ക് പിന്നിലുള്ള ഈ വീട്ടിലായിരുന്നു കഴിഞ്ഞ കുറേയേറെ കാലങ്ങളായി ഈ 23-കാരനും അതേപോലെ തന്നെ 33-കാരിയും താമസിച്ചു വന്നിരുന്നത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഈ അമിതമായി മദ്യപിച്ചെത്തുന്ന 23-കാരനുമായി ഉണ്ടാകുന്ന വാക്കുതർക്കത്തെ തുടർന്ന് യുവതി കിണറ്റിലേക്ക് ചാടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം രാത്രി 12 മണിയോടെ ഉണ്ടാകുകയും യുവതിക്ക് ആ സമയത്തൊക്കെ ജീവനുണ്ടായിരുന്നു. നമുക്ക് ഈ കിണർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വലിയ താഴ്ചയുള്ള
കിണറാണ്. ആൾമറയുള്ള കെട്ടിക്കിളത്തിയ കിണറാണ്. ഈ കിണറിന് റിംഗ് ഒക്കെ ഇട്ട് നിർത്തിയിരിക്കുന്ന കിണറാണ്. പക്ഷേ ഇത് കെട്ടിക്കിടത്തിയിരിക്കുന്നത് ഇഷ്ടിക കല്ലുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ മഴയിലൊക്കെ നന്നായിട്ട് കുതിർന്നു നിൽക്കുന്ന ഇഷ്ടിക കല്ലുകളാണ്. ഇതേ സമയത്താണ് യുവതി ചാടുകയും ചെയ്യുന്നത്. ഈ ചാടുന്ന സമയത്ത് യുവതി ജീവനോടെ ഉണ്ടായിരുന്നു ആ സമയത്ത് കുറെ നേരത്തേക്ക്. ആ സമയത്താണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും തുടർന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത്. അതേ സമയത്ത് യുവതിയുടെ ആൺ സുഹൃത്തും ഈ കിണറിന്റെ കരയിലുണ്ടായിരുന്നു. യുവാവ് ആ സമയത്ത് ടോർച്ച് തെളിച്ച് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്ന ഒരു ഘട്ടം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ആൾമറ ഇടിഞ്ഞു വീഴുന്നത്. ആൾമറയുടെ ഇഷ്ടികയാണ് ഈ സോണി എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ തലയിൽ പതിക്കുകയും അത് മരണത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്തു. ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് റോപ്പൊക്കെ കെട്ടിയാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ അമിതമായ താഴ്ചയിലേക്ക് പതിച്ചില്ല. പക്ഷേ ഇഷ്ടിക കല്ല് ഇടിച്ചുകൊണ്ടാണ് ഈ മരണം സംഭവിക്കുന്നുള്ളതാണ്. അപ്പോഴേക്കും വളരെ വേഗത്തിൽ തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ മാറ്റുകയും തുടർന്ന് ഈ ബാക്കി ഉള്ളവരെ കൂടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴും 3 പേരുടെ മരണം അതീവ ദുരന്തമായി തന്നെ മാറിയെന്നുള്ളതാണ്. ഇതിൽ പ്രദേശവാസികളൊക്കെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രദേശത്തുള്ളതാണോ? അറിയാവുന്നല്ലേ? ഇവിടെ താമസമായപ്പോ അറിയാം. എത്ര കാലമായിട്ട് ഇവരുടെ താമസമുണ്ട്? കൃത്യമായിട്ട് അറിയത്തില്ല. ഈ അടുത്ത കാലത്തൊന്നും താമസിച്ചല്ലോ, കുറെ കാലമുണ്ട്. ഇവിടെ വീട് വെച്ച് ഭാര്യയും ഭർത്താവും ഇവിടെ താമസിച്ചെടുത്തു. കൊച്ചു വീടായിരുന്നിട്ട് അത്. ഭർത്താവാണോ കൂടെ ഉണ്ടായിരുന്നത്? അല്ല മറ്റൊരാളാ. ഭർത്താവ് പോയി. മക്കളൊക്കെ ഇവിടെ തന്നെ ഉള്ള എങ്ങനെയാന്ന് അറിയാവോ? രാത്രി അറിയത്തില്ല. ഞങ്ങൾക്ക് മേളിലായതല്ലേ. ഞങ്ങളൊരു മഴയായോണ്ട് ഒന്നും അറിഞ്ഞില്ല. കനത്ത മഴ ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ ഒരു നിലവിളി കേട്ടു, അതെനിക്കറിയാം. പെരുമഴയത്ത് ഇടിയിരുത്ത് അങ്ങനെ ഞങ്ങളുടെ കൂടി കേടുന്ന് നാട്ടുകാരെല്ലാം കൂടെ ഞങ്ങൾ നേരെ ആദ്യം രക്ഷാപ്രവർത്തനം നടത്താൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് പിന്നീട് നടക്കാത്തത് കൊണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയായിരുന്നു. തന്നെ അറിഞ്ഞിരുന്നോ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മരണമൊക്കെ? അറിഞ്ഞായിരുന്നു. ദാരുണമായ സംഭവമാണ്. കാരണം ഈ ഒന്നും അറിയാൻ വയ്യാത്ത വിഷമായി പോയി. നാട്ടുകാരും വലിയ നടുക്കത്തിലാണ്. കാരണം അത്രത്തോളം ബുദ്ധിമുട്ടും ദുരിതവും. രാത്രി 12 മണി മുതൽ ഈ യുവതിയുടെ കരച്ചിലും ബഹളവും ഒക്കെ നാട്ടുകാർ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനൊക്കെ എത്തുകയും തുടർന്ന് ഈ കിണറ്റിലേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. വലിയ ആഴമുള്ള കിണറാണല്ലേ? ഭയങ്കര ആഴമുള്ളതാണ്. ഭയങ്കര ആഴം. കഴിഞ്ഞ അടുത്ത സമയത്ത് അവർ കുടിപ്പിച്ചതാണ്. പിന്നെ സാധാരണ പിന്നെ രണ്ടാമത് വീണ്ടും കുടിപ്പിച്ചു. ഭയങ്കര കിണറാണ്. ഒരൊത്തോടെ ഒന്നും അറിയിപ്പാനൊക്കെ 12 മണിക്ക് ഈ രക്ഷാപ്രവർത്തനം പ്രദേശവാസികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ഫയർഫോഴ്സ് വന്നു. ഫയർഫോഴ്സും ഒരാളെ മരിച്ചു പോയി. ഉദ്യോഗസ്ഥൻ എത്ര പേരുണ്ടായിരുന്നു? അവർ 5 പേര്. 5 പേരുണ്ടായിരുന്നു. അതായത് ഒരാൾ ഇറങ്ങി അതിൻ്റെ ഇതെല്ലാം അവിടെ വീണ് റോപ്പൊക്കെ കെട്ടിയിരുന്നുണ്ട്. എളുപ്പമായി സേഫ്റ്റി ആയിട്ടാണ് ഇറങ്ങിപ്പോയത്. ആ തലയിലുള്ള ഹെൽമെറ്റും ഇതെല്ലാം ചമ്മന്തി ആയി പോയിരുന്നു. ഒക്കെ പൊട്ടിയല്ലേ? പിന്നെ ഇതിന്റെ കാര്യത്തിൽ ദാരുണമായ സംഭവിച്ചത്. കല്ല് വീണിട്ടാണോ യുവതിക്കും പിന്നെ മൊത്തത്തിൽ അങ്ങ് വീഴുവല്ലേ? മൊത്തത്തിൽ ഇടിഞ്ഞത് മൊത്തത്തിൽ അങ്ങ് വീണിയല്ലേ? അങ്ങനെ പറ്റും. തൂണല്ലേ ഈ തൂണും അതിന്റെ കുറുക്ക് വരുന്ന പൈപ്പുണ്ടല്ലോ, ഉണ്ടായിരുന്നല്ലേ? തൂണും പൈപ്പും അതിനകത്താണ് ഈ സുരക്ഷാ ജീവനക്കാരൻ നമ്മുടെ ഇയാൾ ഫയർഫോഴ്സുകാരൻ ഇറങ്ങിയത്. അയാളെല്ലാം സുരക്ഷാ എല്ലാം ഓക്സിജൻ എല്ലാം കൊണ്ടാണ് അയാൾ ഇറങ്ങിയത്. അപ്പോൾ ഈ സ്ത്രീയെ പിടിച്ച് കയറ്റിക്കൊണ്ട് വരുന്ന സമയത്താണ് ഇതെല്ലാം കൂടെ മരം കണ്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഈ സുഹൃത്തെന്ന് പറഞ്ഞ ശിവകൃഷ്ണയും എല്ലാം ലൈറ്റ് തെളിച്ചു കൊടുത്തു തന്നതാണ്. അങ്ങനെയാണ് അയാളും കൂടെ അതിനകത്ത് അകപ്പെട്ടു പോയത്. ആദ്യമേ ഫയർഫോഴ്സുകാരെ എല്ലാവരും കൂടി വലിച്ചു കയറ്റി അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. കല്ല് ഇടിഞ്ഞു വീണുകൊണ്ടാണ് ഈ യുവതിക്കും എല്ലാവരും മരണപ്പെടുന്നത്. അങ്ങനെ അതെ. അറിയാൻ സാധിക്കുന്നത് വെച്ചിട്ടുള്ള പ്രാഥമിക വിവരം വെച്ചിട്ട് എന്തായാലും ഈ യുവതിയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് കയറുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ചുറ്റുമതിൽ പോലെ നിൽക്കുന്ന ആ ഭിത്തി, സംരക്ഷണ ഭിത്തി, കിണറിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് താഴുകയും ഈ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ സംരക്ഷണ ഭിത്തിയാണ് നിലവിൽ ഈ ഉദ്യോഗസ്ഥന്റെ മുകളിലേക്ക് പതിക്കുകയും ആദ്യം ഉദ്യോഗസ്ഥനാണ് മരണപ്പെടുന്നത്. സ്പോട്ടിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇഷ്ടിക തന്നെയാണ് ഈ 3 പേരുടെയും മരണത്തിലേക്ക് നയിച്ച കാരണം. എന്തായാലും കഴിഞ്ഞ മഴയത്തൊക്കെ ശക്തമായ മഴയിൽ കുതിർന്നു നിൽക്കുന്ന
നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കിണറിന്റെ ഈ സംരക്ഷണ ഭിത്തിക്കുള്ളത്. അപ്പോൾ ആ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഇഷ്ടികക്കല്ല് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ധരിച്ചിരുന്ന ഹെൽമെറ്റ് തുളച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. തലയ്ക്ക് സാരമായ പരിക്കേറ്റിരുന്നു. തലച്ചോറ് പുറത്തു വരുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങി. യുവതിയും ആ സമയത്ത് തന്നെ യുവതിയെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് മുകളിലേക്ക് വരികയായിരുന്നു. പിന്നീട് യുവതിയും താഴേക്ക് പതിക്കുകയും ചെയ്തു. എന്തായാലും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ആദ്യ സമയത്ത് തന്നെ ഘട്ടത്തിൽ കയറ്റി പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. സ്പോട്ടിൽ തന്നെ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഈ യുവതിയെയും പിന്നീട് യുവാവിനെയും രണ്ടുപേരെയും രണ്ട് ഘട്ടത്തിലായിട്ടാണ് പുറത്തെടുക്കുകയും പിന്നീട് കൊണ്ടുപോവുകയും ആശുപത്രിയിലേക്ക് രക്ഷാപ്രവർത്തനത്തിനിടെയുണ്ടായ ഒരു അപകടമാണ്, ഒരു ദുരന്തമാണ്. ഇന്നലെ രാത്രി ഏറെ വൈകിയുണ്ടായ സംഭവമാണ്. 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്.